ഒരു തീർത്ഥയാത്ര പോവുക. എന്താ അയ്യോ ചാപ്പാടിന്റെ കാര്യം? അയ്യോ അതിനോട് ഞാൻ ഉണ്ടല്ലോ. ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്ന് മോന്തെ വെച്ചോണ്ട് നിൽക്കരുത്. ഞാൻ പലവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അയ്യോ അതിനെത്ര ചൂടാവണം എന്തിന്? പോടി. ഞാൻ ഉണ്ടാക്കണ തിന്നാ, പക്ഷെ എന്റെ മുഖം കണ്ടൂടാ. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. അമ്മേ, നമുക്ക് മൂന്നാൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ അമ്മ മാത്രം പോരെ? ഈ ചകഞ്ഞ കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് രസം, ഒരു നുള്ളു ഭസ്മം, ഒരു ഉറക്ക ഗുളിക. അതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. നിന്നെ പോലൊരു ഗണപതിയെ ഊട്ടാൻ ഉണ്ടാക്കി വെക്കണ്ടേ? എടാ, ഒരു നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം മൂന്ന് നേരം കഴിക്കുന്നവൻ രോഗി, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി എന്നല്ലേ പറഞ്ഞു വരാൻ വന്ന? അപ്പൊ അറിയാമേ. മിണ്ടാതിരിക്കേ, മോൻ കഴിക്കേ. അവനൊരു കല്യാണം കഴിച്ച് കുട്ടിയും കുടുംബവും ഒക്കെ ആകും. അത് മാത്രം മോഹിക്കണ്ട. അമ്മയുടെ വേറെ ഏത് ആഗ്രഹമാണെങ്കിലും ഞാൻ സാധിച്ചു. വേറെ എനിക്കെന്താ മോഹം? എടാ, ആണായിട്ട് നീ ഒറ്റ മോനല്ലേടാ ഞങ്ങക്ക്. സ്വാമി വിവേകാനന്ദൻ അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മകനായിരുന്നു. സ്വാമി വിവേകാനന്ദൻ എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു? എടാ, വേണുഗോപാലൻ അളിയൻ പറയുന്നത് കേട്ട് നീ തുള്ളണ്ട. മോൻ അമ്മ പറയുന്നത്